നെടുമ്പാശ്ശേരിയിൽ ഒരു വീട്ടിലെ RCCB ട്രിപ്പിംഗ്. അതൊരു ചെറിയ വീടൊന്നുമല്ല. 4000 സ്ക്വയർ ഫീറ്റിലേറെ വിസ്തൃതിയുള്ള ഒരു വീടാണത്. ആ വീടിന്റെ പാലുകാച്ച് കഴിച്ചിട്ട് 1.5 വർഷം തികച്ചായിട്ടില്ല. ഇവിടുത്തെ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ വന്ന ഇലക്ട്രീഷ്യന്മാരുടെ എണ്ണവും അതുപോലെ ധാരാളമാണ്. ഈ ഒരു ട്രിപ്പിംഗ് പരിഹരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ് നമസ്കാരം, ഞാൻ ബിജു ഓർജിൻ, BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടർച്ചയായിട്ടുള്ള RCCB ട്രിപ്പിംഗ് എല്ലാവർക്കും ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് നമ്മൾ RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നത് നെടുമ്പാശ്ശേരിയിലാണ്. ഈ വീടിന്റെ ഓണർ വിദേശത്തായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്യുകയും ഈ കംപ്ലൈന്റ് പരിഹരിക്കുന്നതിന് ഒരു ദിവസം ഫിക്സ് ചെയ്ത് അദ്ദേഹം എത്തുകയും ചെയ്തു. അദ്ദേഹം നാട്ടിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 9 മണിക്ക് തന്നെ നമ്മൾ കൊല്ലത്ത് നിന്നും നെടുമ്പാശ്ശേരിയിലെത്തി. ഈ വീടിന്റെ ഓണർ നിസ്സാരക്കാരനല്ല, അദ്ദേഹം ഇലക്ട്രിക്കലുമായി നല്ല ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രിപ്പിംഗിന്റെ വ്യക്തമായ കാരണം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഈ വീട്ടിലെ RCCB ട്രിപ്പിംഗ് പരിഹരിക്കാൻ പലരും പരാജയപ്പെട്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം എന്നോടും അതേ രീതിയിൽ തന്നെയാണ് ആദ്യം സമീപിച്ചത്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ സപ്ലൈ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, DB അടിച്ച് അതിന്റെ ടോട്ടൽ മെഗർ വാല്യൂ ഒക്കെ എടുത്തപ്പോൾ അദ്ദേഹത്തിന് നമ്മളിൽ ഒരു വിശ്വാസമായി തുടങ്ങി. ഇവിടെ നമ്മൾ ടോട്ടൽ IR വാല്യൂ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ളതിന് 100% ഉറപ്പാണ്. അത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് DBയിലെ ഓരോ സർക്യൂട്ടും സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അതിന്റെ IR വാല്യൂ ടെസ്റ്റ് ചെയ്യണമെന്നും അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഈ കംപ്ലൈന്റുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞതോടുകൂടി എന്റെ വർക്കുകൾ അവിടെ സുഗമമായി തുടങ്ങി. ഇവിടെയും വയറിംഗ് ചെയ്തിരിക്കുന്ന രീതി ചെറിയ രീതിയിലൊക്കെ നമുക്ക് വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ പല സർക്യൂട്ടുകളിലെയും പവർ ലോഡിന്റെ ന്യൂട്രലും ലൈറ്റ് ലോഡിനും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കംപ്ലൈന്റിലേക്ക് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് മുമ്പേ ഈ വയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള പലരും പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണവും അത് തന്നെയായിരിക്കും. ഇങ്ങനെ ന്യൂട്രൽ ലൂപ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കി കളയും ഈ മെഗർ വാല്യൂ. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കംപ്ലൈന്റ് കണ്ടെത്താൻ കഴിഞ്ഞത് ഔട്ട്സൈഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന UG കേബിളിലാണ്. ആ UG കേബിളിലേക്ക് ചെറിയ തോതിൽ കറണ്ട് ലീക്കേജ് സംഭവിക്കുന്നത് നമ്മൾ സ്ഥിരീകരിച്ചു. അതിനുശേഷം മെയിൻ ഗേറ്റിലെ ലൈറ്റിംഗിന് വേണ്ടി പോയിരിക്കുന്ന UG കേബിളാണ്. അതിലും മെഗർ വാല്യൂ വളരെ കുറവാണ് കാണിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് UG കേബിൾ എവിടെയോ മണ്ണിനടിയിൽ ജോയിന്റ് ചെയ്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. കാരണം ഒരെൻഡിൽ നിന്നും UG കേബിൾ വരുന്നു, മറ്റൊരെൻഡിൽ ഗേറ്റിലെത്തുമ്പോൾ അത് PVC ഇൻസുലേറ്റഡ് വയറായിട്ട് മാറുന്നു. ഈ മണ്ണിനടിയിൽ എവിടെയോ ജോയിന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലീക്കേജ് സംഭവിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. വീണ്ടും നമ്മൾ അടുത്ത ലീക്കേജിന്റെ പിന്നാലെ പോവുകയാണ്. ഇത് സംഭവിക്കുന്നത് ഹാളിലാണെന്ന് മനസ്സിലാക്കി. ഇത് കണ്ടെത്തുന്നതിനായി നമ്മൾ ഹാളിലെ ഫാനും സ്വിച്ച് ബോർഡുകളും എല്ലാം അഴിച്ചു നോക്കിയെങ്കിലും നമുക്കത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഭാഗത്തായിരുന്നു ആ ഒരു കംപ്ലൈന്റ് നിന്നത്. ഭിത്തിയിലൂടെ പോയിരുന്ന ഒരു പൈപ്പിനുള്ളിൽ വയറ് ദ്രവിച്ചതാണ് അതിന് കാരണം. 1.5 വർഷം മാത്രം പഴക്കമുള്ള വയറിങ്ങിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കംപ്ലൈന്റിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുകയും ചെയ്തു. അതും കണ്ടുപിടിച്ച് പരിഹരിച്ചതിന് ശേഷം ദാ കിടക്കുന്നു അടുത്ത കംപ്ലൈന്റ്. അതിന്റെ പിന്നാലെ പോയപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് കംപ്ലൈന്റ് കാണിക്കുന്നുണ്ട്, അതും ബെഡ്റൂമുകളിൽ. എന്തായിരിക്കും ബെഡ്റൂമുകളിൽ മാത്രം ഈ ഒരു കംപ്ലൈന്റ് വരാൻ കാരണം? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു മോഡുലാർ ടൈപ്പ് മൊബൈൽ ചാർജറാണ്. നമ്മുടെ മെറ്റൽ ബോക്സിൽ തന്നെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന, സ്വിച്ച് ബോർഡ് പോലെ ഫിക്സ് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു മൊഡ്യൂളിന്റെ കൂടെ തന്നെ ഒരു പ്ലഗ് പോയിന്റും ഉണ്ട്. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ വയറും എർത്ത് വയറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരുന്നു ഇതിനൊക്കെ കാരണം. അങ്ങനെ ട്രിപ്പിങ്ങിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞു. മെഗർ വാല്യൂ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. എങ്കിലും ഔട്ട്സൈഡ് ഗേറ്റിനും കാർ പാർക്കിംഗ് ഏരിയയ്ക്കും എല്ലാം ഈ ഒറ്റ RCCB ആയതുകൊണ്ട് ഒരിക്കലും അവിടെ ആ RCCB ഓൺ ചെയ്ത് നിർത്താൻ കഴിയില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്ത മാർഗം ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഒരു പാർട്ടിഷൻ കൊടുക്കുക. മെയിൻ ഗേറ്റിലേക്കുള്ള ലൈറ്റ്, കാർ പാർക്കിംഗ് ഏരിയ, ഔട്ട്സൈഡ് ലൈറ്റുകൾ ഇതെല്ലാം ഒരു സിംഗിൾ ഫേസ് RCCB കൺട്രോൾ ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. ബാക്കി വീടിനുള്ളിലെ എല്ലാ ലോഡുകളെയും ഒരു 3 പീസ് RCCB വഴി നമ്മൾ കണക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് വയറിംഗിലെ ലീക്കേജ് പരിഹരിച്ചുകൊണ്ട് അതിന്റെ IR വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഹായ്, എൻ്റെ പേര് ഫെജു ജോസഫ്. ഈ വീട് നെടുമ്പാശ്ശേരി അടുത്ത് കാഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. പക്ഷേ ലാസ്റ്റ് 1 ഇയറിൽ ELCB കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവറി 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിനകം ELCB ട്രിപ്പ് ആവുന്നു. അങ്ങനെ വീണ്ടും റീസെറ്റ് ചെയ്യും, ട്രിപ്പ് ആവും. അങ്ങനെ ഞാനൊരു 3-4 ടെക്നീഷ്യന്മാർ വന്നു. ഒരു 2-3 ഡേയ്സിൽ അവർ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചത്. കാരണം അവർ പ്രോപ്പർ എക്യുപ്മെൻ്റ് ആയിട്ടല്ല വന്നിരുന്നത് ടെസ്റ്റ് ചെയ്യാനും. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ബിജുവായിട്ട് പരിചയപ്പെടുകയും ബിജു ആ കോളിൽ തന്നെ പറയുകയും ചെയ്തു, സാർ ഞാൻ വരും, വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് രാവിലെ ഒരു 9 മണിയായിട്ട് വന്നു. ഇപ്പോൾ സമയം എത്ര മണി? രാത്രി 9 മണിയായി. എല്ലാ പ്രശ്നങ്ങളും കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് 2 അവേഴ്സിൽ ഇപ്പം വിത്തൗട്ട് എനി ഫെയിലിയർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിജുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവരും ബിജുവിൻ്റെ ഹെൽപ്പിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഒരു RCCB ട്രിപ്പിംഗ് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ക്ഷമയോട് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു വർക്കാണ്. പലരും ചിലപ്പോൾ RCCB ട്രിപ്പിംഗ് പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് ആ വീട്ടിലെ വയറിംഗ് ചെയ്തിരിക്കുന്ന സാഹചര്യമായിരിക്കാം. അവിടെ ചെയ്തിരിക്കുന്ന വയറിങ്ങിനെ കുറ്റം പറയാതെ ആ ചെയ്തിരിക്കുന്ന വയറിങ്ങിൽ എവിടെയാണോ ലീക്കേജ് സംഭവിക്കുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ആ ഒരു കംപ്ലൈന്റിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിലും ഞാൻ ചിന്തിക്കുന്നത്
എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ഒരു കംപ്ലൈന്റ് പരിഹരിക്കുക എന്നത് മാത്രമാണ്. ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ക്ഷമയോടുകൂടി സമീപിക്കുകയാണെങ്കിൽ ഏതൊരു ട്രിപ്പിംഗും നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇതുപോലെ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ RCCB ട്രിപ്പിംഗ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ സേവനം ആവശ്യപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645540075 ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാലും മതിയാവും. അതുപോലെ തന്നെ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസ് ഇലക്ട്രിക്കൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളുണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രിക്കലിനെ സ്നേഹിക്കുന്നവർക്കും ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്കും C+ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ മലയാളത്തിൽ തന്നെ വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും പഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തയ്യാറാക്കിയത്. നോട്ടുകളൊന്നും തയ്യാറാക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാം. 3 മാസത്തെ ഈ ക്ലാസ്സുകൾക്ക് വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് ഉള്ളത്. ഈ ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645540075 ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.